ക്ലോസറ്റിൽ മുഖം പൂഴ്ത്തിച്ച് ടോയ്ലറ്റിൽ നക്കിച്ചു. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? റാഗിങ്ങിന്റെ പേരിലുള്ള ക്രൂരതകൾ സംസ്ഥാനത്തെ പല കോളേജുകളിലും വിളയാടുമ്പോൾ പരിഷ്കൃതമെന്ന് പറയുന്ന കേരളം തല താഴ്ത്തുക തന്നെ വേണം. അതും പലപ്പോഴും എല്ലാ അതിരുകളും വിട്ടുകടന്ന് പൈശാചികമായിട്ട് വരെ ഇത് മാറാറുണ്ട്. റാഗിംഗ് മൂലം മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തവരും മാനസിക രോഗികളായവരുടെ നിരക്കും കുറച്ചൊന്നുമല്ല. വീടും വീട്ടുകാരെയും കുടുംബക്കാരെയും ഉപേക്ഷിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിലേറി അതിലുപരി ഒരുപാട് ആശങ്കകളുമായി കോളേജിലെത്തുന്ന ആദ്യ വർഷക്കാരെ ഇത്തരം ക്രൂരതകൾ കൊണ്ടാണ് ഇവർ സ്വാഗതം ചെയ്യുന്നതെങ്കിൽ മനോവൈകൃതമായിട്ട് അവരെ നാം കരുതാൻ സാധിക്കുകയുള്ളൂ. ഒരു കുടുംബത്തിന്റെ സ്വപ്നം തല്ലിച്ചതക്കുന്നതിലൂടെ എന്താണ് ഇവർ നേടിയെടുക്കുന്നത്? റാഗിങ്ങിന്റെ പേരിൽ പ്രാകൃതവും ക്രൂരവുമായ മർദ്ദനങ്ങൾ കൊണ്ട് വിളയാടുന്ന ഈ വിദ്യാർത്ഥികൾ സമൂഹത്തിന് ഭീഷണിയാവില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? റാഗിംഗ് റിസർച്ച് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെയാണെങ്കിൽ ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും ചെയ്യുന്നവരുടെ മസ്തിഷ്കത്തിലെ അമിഗ്ദല മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നേരിയ വ്യത്യാസമുള്ളതായിട്ട് പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്നുള്ളത് സഹതാപവും അതുപോലെ സ്നേഹവും വാത്സല്യവും തരുന്ന ആ ഒരു കപ്പാസിറ്റി ഒരു മനുഷ്യരിൽ ജീവിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. അതായത് മറ്റുള്ളവരുടെ വൈകാരികത ഉൾക്കൊണ്ട് സഹതാപം പ്രകടിപ്പിക്കാനുള്ള മസ്തിഷ്ക ശേഷി ജന്മന ഇവരിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കണ്ണില്ലാത്തവനോട് കാഴ്ച കിട്ടുമെന്ന് പറയുന്നത് പോലെയാണിത്. മനുഷ്യ ശരീരത്തിലെ മസ്തിഷ്കത്തിലെ അനുതാപവും സ്നേഹവും വാത്സല്യവും തോന്നിപ്പിച്ചു തരുന്ന അമിഗ്ദല, പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്, ഈ രണ്ട് വസ്തുക്കളും അവരിൽ ശൂന്യമായി കിടക്കുകയാണ്. ടോയ്ലറ്റ് നക്കിപ്പിച്ചിട്ടാണ് ഈ റാഗിംഗ് പരമ്പര അവസാനിച്ചിട്ടുള്ളതെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വയലൻസ് ഉള്ള ഒരുപാട് റാഗിംഗ് തുടർക്കഥകൾ ഇനിയും കേട്ടാക്കാം. ഇത്തരത്തിലുള്ളവരോട് സർക്കാർ, ഗവൺമെൻറ് അതിരൂക്ഷമായിട്ട് തന്നെ അതിനർഹമായ ശിക്ഷകൾ തന്നെ കൊടുക്കണമെന്ന് ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഒരമ്മക്കും ഇത്തരത്തിൽ ഒരു മകനെയോ ഒരു മകളെയോ നഷ്ടപ്പെടാതിരിക്കട്ടെ. ജസ്റ്റിസ് ഫോർ മിഹിർ.